ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ രഹസ്യമായി വയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകത്ത് എല്ലാം പരസ്യമാക്കുന്നതാണ് ട്രെൻഡ്. സോഷ്യൽ മീഡിയയിലെല്ലാം തുറന്നു പറയുന്നു, ഫോട്ടോ ഇടുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സുതാര്യമാണ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവരാണ് എന്നാണ്. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, എന്നാൽ ദൈവം ചില കാര്യങ്ങൾ രഹസ്യത്തിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രഹസ്യമായി വെക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ആത്മീയ സംരക്ഷണം നഷ്ടപ്പെടും. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അവിടുത്തേക്ക് കൃത്യമായ സമയമുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബൈബിൾ പ്രകാരം നമ്മൾ ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളെയും ഒഴിവാക്കാൻ സഹായിക്കും. നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിവേകത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവെ, എൻ്റെ ജീവിതത്തിന് അതിരുകൾ വെക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ ഇപ്രകാരമൊന്ന് എഴുതുക: കർത്താവെ, എനിക്ക് വിവേകം നൽകണമേ. നിങ്ങളുടെ ഈ വരികൾ ദൈവത്തിന് നൽകുന്ന വിനീതമായ പ്രാർത്ഥനയായി മാറട്ടെ. ഒന്നാമതായി, ദൈവം ഉറപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കരുത്. നമ്മൾ പലപ്പോഴും ആവേശത്തോടെ നമ്മുടെ പ്ലാനുകൾ എല്ലാവരോടും പറയും. ഞാൻ ആ ബിസിനസ് തുടങ്ങാൻ പോകുകയാണ്, ഞാൻ വിദേശത്ത് പോകുകയാണ്. പക്ഷേ വചനം പറയുന്നു, മനുഷ്യന്റെ കാൽവെപ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തൻ്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്തി തരാത്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്റെ കയ്യടിയാണ് ആഗ്രഹിക്കുന്നത്. അത് ദൈവത്തിൻ്റെ അനുവാദമല്ല. വചനത്തിന് ഒരു സമയമുണ്ട് എന്ന് വചനം പറയുന്നു. ഫലം വരുന്നതിന് മുമ്പ് അത് പരസ്യമാക്കിയാൽ അസൂയയും തടസ്സങ്ങളും വരാൻ സാധ്യതയുണ്ട്. യേശു പലപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് പറഞ്ഞു, ഇത് ആരോടും പറയരുത്. അത് വിശ്വാസക്കുറവല്ല, വിവേകമാണ്. ദൈവം പ്രവർത്തിച്ചു കഴിയും വരെ കാത്തിരിക്കുക. കയ്യടിക്കു വേണ്ടി ധൃതി കൂട്ടരുത്. രണ്ടാമതായി, നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് എല്ലാവരോടും പരാതിപ്പെടരുത്. ഫിലിപ്പിയർ 2:14 പറയുന്നു, എല്ലാ കാര്യവും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. പരസ്യമായ പരാതി വെറുമൊരു സംസാരമല്ല, അതൊരു ആത്മീയ പ്രഖ്യാപനമാണ്. നിങ്ങൾ എപ്പോഴും പരാതി പറയുമ്പോൾ നിങ്ങൾ പരാജയത്തെയും അവിശ്വാസത്തെയും വിളിച്ചു വരുത്തുകയാണ്. സങ്കീർത്തനത്തിൽ ദാവീദ് കരയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ മുമ്പിലാണ്, ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിലല്ല. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് പരാതി പറഞ്ഞപ്പോൾ അവർക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഭാരങ്ങൾ കേൾക്കാൻ യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ അത് പറയരുത്. അത് ദൈവത്തോടും പക്വതയുള്ള ആത്മീയ വ്യക്തിയോടും മാത്രം പറയുക. മൂന്നാമതായി, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദേഷ്യപ്പെടരുത്. വചനം പറയുന്നു, ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നരകം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. കൂട്ടത്തിന് മുമ്പിൽ വെച്ച് അലറുന്നതും നിയന്ത്രണം വിട്ട് പെരുമാറുന്നതും ശക്തിയല്ല, അത് ബലഹീനതയാണ്. ഗലാത്യ 5:23 പറയുന്നു, അതിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ന് പറയുന്നു. നിങ്ങൾ നിയന്ത്രണം വിടുമ്പോൾ നിങ്ങളുടെ മുറിവുകളെയും ബലഹീനതകളെയും നിങ്ങൾ ശത്രുവിന് കാണിച്ചു കൊടുക്കുകയാണ്. യേശുവിനെ അവർ പരിഹസിച്ചു, കാർക്കിച്ചു തുപ്പി. പക്ഷേ അവിടുന്ന് നിയന്ത്രണം വിട്ടില്ല. അവിടുത്തെ മൗനം വലിയൊരു മറുപടിയായിരുന്നു. ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കാൻ പഠിക്കുക, അത് നിങ്ങളെ ബഹുമാനമുള്ളവരാക്കും. നാലാമതായി, ദൈവത്തെ അനുസരിച്ചതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കരുത്. ഇത് പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ വിനയമുള്ളവരാകണം. തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണം. പക്ഷേ സത്യം പറഞ്ഞതിൻ്റെ പേരിലോ ദൈവവചനം അനുസരിച്ചതിൻ്റെ പേരിലോ ആരെങ്കിലും പിണങ്ങിയാൽ ക്ഷമ ചോദിക്കരുത്. ഗലാത്യ 1:10 ഞാൻ എപ്പോഴും മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ആയിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നത് ഭയത്തിൽ നിന്നാണ് വരുന്നത്. യേശു ഒരിക്കലും സത്യം പറഞ്ഞതിന് ക്ഷമ ചോദിച്ചിട്ടില്ല. ദൈവത്തെ അനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക, അതിൽ ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല. അഞ്ചാമതായി, നിങ്ങളുടെ പണത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുത്. മത്തായി 6:3-4 വാക്യങ്ങൾ. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത്. ഇത് ദാനധർമ്മത്തിന് മാത്രമല്ല, നിന്റെ സാമ്പത്തിക വിഷയത്തിനും ആവശ്യമാണ്. നിങ്ങളുടെ സമ്പത്ത് പരസ്യമാക്കിയാൽ അസൂയയും കടം ചോദിക്കുന്നവരും കൂടും. നിങ്ങളുടെ ദാരിദ്ര്യം പരസ്യമാക്കിയാൽ പരിഹാസങ്ങളും തെറ്റായ ഉപദേശങ്ങളും കൂടും. സാമ്പത്തികം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യണം. ദൈവം നിങ്ങളെ രഹസ്യത്തിൽ അനുഗ്രഹിക്കും. അത് പരസ്യമായി വിളിച്ചു പറയരുത്.
ആറാമതായി, മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കരുത്. വചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതെ ഇരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവേൻ. പരദൂഷണം ചെറിയ പാപമല്ല, അത് പറയുന്നവൻ്റെയും കേൾക്കുന്നവൻ്റെയും ആത്മാവിനെ മലിനമാക്കും. വചനം പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്. മറ്റൊരാളെ താഴ്ത്തി കെട്ടിയിട്ട് നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല. മറ്റുള്ളവരെ കുറ്റങ്ങളെ പരസ്യമായി പറയുന്നവർക്ക് ദൈവഭയം ഇല്ല എന്നാണ് അർത്ഥം. അത്തരം സംസാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഏഴാമതായി, നിങ്ങളെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. യേശു പറഞ്ഞു, ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. എപ്പോഴും തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നവർക്ക് ആത്മവിശ്വാസം ഇല്ല. യേശുവിനെ പോലെ നിങ്ങളും മിണ്ടാതിരുന്നാൽ നിങ്ങളുടെ പ്രവൃത്തികൾ തെളിയിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രവൃത്തിയാണ് അവിടെ സംസാരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്ന് നോക്കുക. ഈ വചനത്തിലൂടെ നമുക്ക് നമ്മെ തന്നെ തിരുത്താം. കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.